ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 36-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ ഇളയ മകനായ യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ പലപ്പോഴും താൻ വല്ലാത്ത പ്രതിസന്ധികൾ അനുഭവിച്ച വ്യക്തിയാണ്. തൻ്റെ മാതാവിനെ അനുസരിക്കുകയും ജ്യേഷ്ഠനെ ചതിക്കുകയും ചെയ്ത സമയത്ത് തൻ്റെ അപ്പനെ കബളിപ്പിക്കുകയായിരുന്നു. അത് തനിക്ക് അനുഗ്രഹം ലഭിച്ചു എങ്കിലും തൻ്റെ ജീവിതം പിന്നത്തേതിൽ ഭാരമായി താൻ സ്വന്തം ദേശം വിട്ട് താൻ പലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം തൻ്റെ മുമ്പിൽ കടന്നു വന്നു. അമ്മായിയപ്പൻ്റെ വീട്ടിൽ ചെന്ന യാക്കോബിനെ അവിടെ 10 പ്രാവശ്യം ലാബാൻ യാക്കോബിൻ്റെ നന്മകളെ തടഞ്ഞു വെച്ചു. അവിടെ തൻ്റെ ജീവിതം കൊണ്ട് അപ്പനെ കബളിപ്പിച്ചതുപോലെ അമ്മായിയപ്പൻ തൻ്റെ മൂത്ത മകളായ കണ്ണിന് ഭംഗിയില്ലാത്ത, കണ്ണിന് കാഴ്ചക്കുറവുള്ള ലേയെ യാക്കോബിന് രാത്രിയിൽ ഭാര്യയായി നൽകി യാക്കോബിനെ കബളിപ്പിക്കുവാനിടയായി. വീണ്ടും താൻ ലാബാൻ്റെ ഭവനത്തിൽ നിന്നും താൻ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരുമ്പോൾ താൻ മനസ്സറിയാത്ത വിഷയത്തിന് ലാബാനും തൻ്റെ മക്കളുമായി യാക്കോബിനെ അനുഗമിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുവാനിടയായി. അങ്ങനെ ജീവിതത്തിൻ്റെ ഉടനീളം ഭയത്തിൽ കൂടെ കടന്നുപോയ യാക്കോബ് യാബോക്ക് കടവിൻ്റെ തീരത്ത് ദൂതനുമായി മൽപ്പിടിച്ച് ഇസ്രായേൽ എന്ന പേര് സമ്പാദിച്ച് കടന്നു വന്ന യാക്കോബിന് തൻ്റെ മകൾ ദീനയെ നഷ്ടമായി തീർന്നു. തൻ്റെ മക്കൾ കുലപാതകന്മാരായി മാറ്റപ്പെട്ടു. ഇങ്ങനെ ജീവിതത്തിലെല്ലാ മേഖലകളിലും തകർന്ന യാക്കോബ് താൻ ഏറ്റവും അധികമായി സ്നേഹിച്ച തൻ്റെ മകൻ യോസേഫിനെ നഷ്ടമായി. അവസാനം ബെന്യാമീനെയും തനിക്ക് നഷ്ടമാകും എന്നൊരു സാഹചര്യം വന്നപ്പോൾ യാക്കോബ് നിലവിളിയോട് പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ എൻ്റെ മക്കളില്ലാത്തവനാക്കിയിരിക്കുന്നു. സകലതും എനിക്ക് പ്രതികൂലം തന്നെ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജനിച്ച് അറിവ് നേടിയ അന്ന് മുതൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച കാലം മുതൽ ജീവിതത്തിൽ കണ്ടതും അനുഭവിച്ചതെല്ലാം പ്രതികൂലമായിരിക്കാം. ജീവിതത്തിൽ അനുഭവിച്ച പ്രതികൂലങ്ങൾക്ക് കണക്കില്ലാത്ത അനുഭവങ്ങളായിരിക്കാം. യാക്കോബിനെ പോലെ എണ്ണി നിരത്തുവാൻ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. ഈ പ്രഭാതത്തിൽ യാക്കോബിനെ പോലെ നിങ്ങൾ പറയുന്ന വ്യക്തിയായിരിക്കാം, സകലതും എനിക്ക് പ്രതികൂലമാണ്, എല്ലാം എനിക്ക് പ്രതികൂലമാണ്. എന്നാൽ സകലതും നിനക്ക് പ്രതികൂലമാണ് എങ്കിലും യാക്കോബിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, യാക്കോബിൻ്റെ മരണത്തിനു തൊട്ടു മുമ്പ് തൻ്റെ മക്കളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് യാക്കോബ് തൻ്റെ തലമുറയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ, എന്തൊക്കെ പ്രതികൂലമായിരുന്നോ, അതിനെല്ലാം 10 മടങ്ങായി അല്ല 1000 മടങ്ങായി സന്തോഷം അനുഭവിച്ചുകൊണ്ട് മിസ്രയീമിലെ രാജാവിനെ പോലും കൈനീട്ടി അനുഗ്രഹിപ്പാൻ തക്ക നിലകളിൽ യാക്കോബിനെ ദൈവം ഉയർത്തുവാനിടയായി. ഇന്നത്തെ പ്രതികൂലം കണ്ട് ജീവിതത്തിൽ നിരാശപ്പെടരുത്. ഇന്നത്തെ ദുഃഖം കണ്ട് ജീവിതത്തിൽ ഭയപ്പെട്ടു പോകരുത്. ഇന്നത്തെ തകർച്ച കണ്ട് മതി കർത്താവേ എന്ന് പറയുകയും അരുത്. എല്ലാം പ്രതികൂലം തന്നെയാണ്. അത് താങ്കൾക്കും ദൈവത്തിനും അത് മനസ്സിലാകും. എന്നാൽ ഈ പ്രതികൂലങ്ങളെല്ലാം മാറ്റുന്ന സർവശക്തനായ ദൈവം ഇന്ന് പ്രഭാതത്തിൽ കൂടെയുണ്ട്. ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് വരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഈ പ്രഭാതത്തിൽ അവിടുത്തെ തൃക്കരം അവരുടെ മേൽ വയ്ക്കണം. ഇന്നുള്ള ഈ പ്രതികൂലങ്ങൾ നാളുകളിൽ അവർക്കത് അനുഗ്രഹമായി മാറ്റപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നുള്ള കണ്ണുനീരുകൾ നാളുകളിൽ ആനന്ദ കണ്ണുനീരാക്കി മാറ്റുന്നതിനായി സ്തോത്രം. ഇന്നനുഭവിക്കുന്ന എല്ലാ വേദനകളെയും ജനത്തിൽ നിന്ന് അകറ്റുന്ന ദൈവത്തിന് നന്ദി. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, കേൾക്കണമേ. ആമേൻ, ആമേൻ.